Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ബീഹാറിലെ ഇലക്ഷനുമായിട്ട് സംബന്ധിച്ച കുറച്ച് പ്രശ്നങ്ങളാണ്. ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം, SIR. നമുക്ക് ന്യൂസിലോട്ട് പോവാം. ഫെൻസിങ് ഔട്ട് ദ വോട്ടർ ഇൻ ബീഹാർസ് പോൾ റോൾ പ്രിപ്പറേഷൻ. ഇത് പ്രിലിംസിൽ നമുക്ക് GS പേപ്പർ 1 ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിലും കറണ്ട് അഫയേഴ്സിലും ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ന്യൂസാണ്. അതേപോലെ തന്നെ മെയിൻസിൽ നമുക്ക് GS പേപ്പർ 2 അതായത് ആ ഒരു സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഓക്കെ, ആ ഒരു ഹെഡിൽ നമുക്ക് ഒരു ന്യൂസ് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ദേ ഹാവ് സ്റ്റാർട്ടഡ് എ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ദി വോട്ടർ ലിസ്റ്റ് ഇൻ ബീഹാർ അല്ലെ ഇൻ ജൂൺ 2025 ബിഫോർ ദി സ്റ്റേറ്റ് ഇലക്ഷൻസ്. ഈ ഒരു റിവിഷൻ ഇവർ നടത്തുന്നത് ആ ഒരു വോട്ടർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മരിച്ചുപോയ ആൾക്കാരുടെ പേര് അതൊന്ന് മാറ്റുക, അതേപോലെ അവിടുന്ന് മാറിപ്പോയി മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ഒഴിവാക്കുക, പുതിയ എലിജിബിൾ വോട്ടേഴ്സിന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെ അലൗഡ് ആണ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നമ്മുടെ ആർട്ടിക്കിൾ 324 പ്രകാരം ഇത് അലൗഡ് ആണ്. ഓക്കെ, അതേപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഓഫ് 1950 ഇത് തന്നെയാണ് പറയുന്നത്. അതിൽ പ്രശ്നമൊന്നുമില്ല, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വോട്ടേഴ്സ് ദേ മേ ഗെറ്റ് അൺഫെയർലി റിമൂവ്ഡ് ബിക്കോസ് ഇവർ പറഞ്ഞ് പുതിയൊരു ഡോക്യുമെന്റ്സ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അൺഫെയർലി കുറെ ആൾക്കാർ ഇതിന്ന് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓഗസ്റ്റ് 1 കൂടിയിട്ട് ഒരു വോട്ടർ ലിസ്റ്റിന് ആ ഒരു ഡ്രാഫ്റ്റ് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൾക്കാർക്ക് ഇത് സാധനം പുറത്തു വന്നാലും 30 ദിവസം സമയം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അവരുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാനും അതേപോലെ തന്നെ ഇനി അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു 30 ദിവസം സമയമുള്ളൂ. This could lead to lack of people losing their right to vote. The voter list is being cleaned up before the election. പക്ഷേ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഡോക്യുമെന്റ് റൂൾസും അതേപോലെ ഈ ഷോർട്ട് ഡെഡ് ലൈനും ദിസ് മൈറ്റ് സ്റ്റോപ്പ് മെനി ജെന്യുവൻ വോട്ടേഴ്സ് ഫ്രം വോട്ടിംഗ്. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഒരു പൗരനും 18 വയസ്സായ ഒരാൾക്ക് അല്ലെങ്കിൽ അതിന് മേലെ വയസ്സായ ആൾക്ക് ദേ ഹാസ് ദ റൈറ്റ് ടു വോട്ട് അല്ലെ. ആർട്ടിക്കിൾ 326 പറയുന്നത് അതാണ്. അതേപോലെ തന്നെ എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം, ഒരു തരത്തിലുള്ള അൺഫെയർ ഡിസ്ക്രിമിനേഷനും പാടില്ല, ആർട്ടിക്കിൾ 14 അല്ലെ. നൗ ദ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഈ ഒരു വോട്ടർ ലിസ്റ്റ് റിവിഷൻ ഇത് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത് ഈ 2003 ശേഷം ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്നാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ, ദ വോട്ടർ ലിസ്റ്റ് റിവിഷൻ ഈസ് ആസ്കിങ് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ഓൺലി ഫ്രം പീപ്പിൾ ആഡഡ് ആഫ്റ്റർ 2003 ഈവൻ ദോ ദേ വർ ഓൾറെഡി ഓൺ ദ ലിസ്റ്റ് ഏർലിയർ. ഇത് വളരെ അൺഫെയർ ആണ് ബിക്കോസ് ഇറ്റ് ട്രീറ്റ്സ് വൺ ഗ്രൂപ്പ് ഓഫ് വോട്ടേഴ്സ് ഡിഫറെൻ്റ്ലി അല്ലെ. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാണ്ട് ചില ആൾക്കാരെ ഡിഫറെൻ്റ്ലി ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ്. സുപ്രീം കോർട്ട് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഒരു ഡെമോക്രസിക്ക് വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ, ഫോഴ്സിങ് സം വോട്ടേഴ്സ് ടു പ്രൂവ് ദംസെൽഫ് അഗൈൻ ആൻഡ് മറ്റാൾക്കാർ ഇത് ചെയ്യണ്ട. ഓക്കെ, വൈൽ അതേഴ്സ് ഡോണ്ട് ഹാവ് ടു. ഇത് നമ്മുടെ ആർട്ടിക്കിൾ 14 ഉണ്ടല്ലോ, ഒരു ഇറ്റ് ബ്രേക്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇറ്റ് വയലേറ്റ്സ് ഫെയർനെസ്. ആസ്കിങ് ഓൺലി സർട്ടൻ വോട്ടേഴ്സ് ഫോർ ന്യൂ ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈവൻ ദോ ദേ ആർ ഓൾറെഡി രജിസ്റ്റേർഡ്. ഓക്കെ, ഇത് വളരെ അൺഈക്വൽ ആണ്, അതേപോലെ ഇത് അൺഫെയർ ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് കുഡ് ബി അഗൈൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2025 ജൂൺ 24 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു 11 ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇൻക്ലൂഡ് ദി തിങ്സ് ലൈക്ക് പാസ്പോർട്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൂഫാണ്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. പക്ഷെ ഈ വളരെ കോമൺ ആയിട്ടുള്ള മറ്റു പല ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ആധാർ, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ, അതായത് വോട്ടർ ID, ഇത് നൽകുന്നത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ, അതുപോലും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇവരുടെ കയ്യിൽ ഈ കോമൺ ഡോക്യുമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇവരുടെ ആധാർ ഉണ്ടാവാം, അല്ലെങ്കിൽ വോട്ടർ ID ഉണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞത്, വോട്ടർ ID ഒക്കെ കൊടുക്കുന്നത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. Okay, most people only have these common documents, so they might get left out unfairly. Okay, ഇങ്ങനത്തെ ഈ റൂൾസ് ഇത് ഇറ്റ് ക്രിയേറ്റ്സ് എ സിസ്റ്റം ദാറ്റ് ഫീൽസ് റാൻഡം ആൻഡ് കൺഫ്യൂസിങ് അല്ലേ. ഇത് സിറ്റിസൺസിന് മേലെ എക്സ്ട്രാ പ്രഷർ ഇടുകയാണ്, എസ്പെഷ്യലി ദോസ് ഹു ആഡഡ് ടു ദി വോട്ടർ ലിസ്റ്റ് ആഫ്റ്റർ 2003. ഓക്കെ, ഇവര് മുമ്പൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇതിന് മുമ്പ് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഇവര് ഇപ്പൊ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും പ്രൂവ് ചെയ്യണം. ഓക്കെ,
The Election Commission of India hasn't explained why these rules were made. സോ അതാണ് ഈ ഒരു പ്രോസസ്സിന് മെയിനായിട്ട് ആ ഒരു ഇറ്റ് ഈസ് മേക്കിംഗ് ദി പ്രോസസ് ഫീൽ അൺജസ്റ്റ് ആൻഡ് അൺഡെമോക്രാറ്റിക്. സോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഈ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന ID കാർഡ്സ് ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത് ഫോർ വോട്ടർ വെരിഫിക്കേഷൻ. ആൻഡ് ദിസ് കുഡ് ബ്ലോക്ക് മെനി ജെന്യൂൻ വോട്ടേഴ്സ് ഫ്രം വോട്ടിംഗ്, ഓക്കെ, വിത്ത് നോ ഗുഡ് റീസൺ ഗിവൺ. സോ നമ്മുടെ ഈ ബീഹാറിലെ ഈ ഒരു വോട്ടർ ലിസ്റ്റ് റിവിഷനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ സുപ്രീം കോർട്ട് ജൂലൈ 10 പറഞ്ഞത്, അതായത് കോർട്ട് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ സ്റ്റോപ്പ് ചെയ്തില്ല. ഓക്കെ, ദ കോർട്ട് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദ പ്രോസസ് ബട്ട് ടോൾഡ് ദി ഇലക്ഷൻ കമ്മീഷൻ ടു കൺസിഡർ അക്സെപ്റ്റിംഗ് 3 കോമൺ ഡോക്യുമെന്റ്സ്. നിങ്ങൾ ഒരു 3 ഡോക്യുമെന്റ്സും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് ഒരു ഇത് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞുള്ളൂ സുപ്രീം കോർട്ട്. ഓക്കെ, ആധാറും പിന്നെ വോട്ടർ IDയും റേഷൻ കാർഡും ഒക്കെയാണ് കോർട്ട് പറഞ്ഞത്. ഈ കൺസിഡർ എന്ന് പറയുമ്പോൾ ഇതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഓർഡർ അല്ല അല്ലേ. അതായത് ഇപ്പോഴും അവർക്ക് ആ റിജക്റ്റ് ചെയ്യാം, ആ ഡോക്യുമെന്റ്സ് റിജക്റ്റ് ചെയ്യാം ഇലക്ഷൻ കമ്മീഷൻ. ഇതൊരു ക്ലിയർ ഓർഡർ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷനും ഡിലേയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, വൈൽ ദ ഡെഡ് ലൈൻ ഫോർ ഫിക്സിംഗ് വോട്ടർ ലിസ്റ്റ് പ്രോബ്ലം ഈസ് വെരി ഷോർട്ട്. സോ ഇഫ് നത്തിങ് ചേഞ്ചസ് സൂൺ, ഒരുപാട് ആൾക്കാർക്ക് പെർമനൻ്റ്ലി ഈ വോട്ട് ചെയ്യാനുള്ള ആ ഒരു അവകാശം നഷ്ടപ്പെടുകയാണ്. ആൻഡ് ഇറ്റ് മൈറ്റ് ബി ടു ലേറ്റ് ടു ഫിക്സ്. ഒർണിത് ഷാനി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ പറഞ്ഞത്, പുള്ളി ഓർമ്മപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് വെൻ ഇന്ത്യ ഫസ്റ്റ് മെയ്ഡ് വോട്ടർ ലിസ്റ്റ്, നമ്മുടെ ഗോൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു, ഈവൻ ദോസ് വിതൗട്ട് ഡോക്യുമെന്റ്സ്. നൗ ഈ ഒരു ഐഡിയ ഇറ്റ് ഈസ് ബീങ് റിവേഴ്സ്ഡ് അല്ലേ. ആൾക്കാർ പ്രൂവ് ചെയ്യണം, ലൈക്ക് ദേ ബിലോങ് എന്നുള്ളത് അവർ പ്രൂവ് ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പ്രിസ്യൂംഡ് എലിജിബിൾ. ഓക്കെ, സോ ദ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസ്പോൺസ്, ഇറ്റ് മേ നോട്ട് പ്രൊട്ടക്ട് വോട്ടേഴ്സ് ഇൻ ടൈം. ഓക്കെ, സോ ഈ ഒരു റിവിഷൻ പ്രോസസ്സ് ഇറ്റ് റിസ്ക്സ് ടേണിംഗ് വോട്ടിംഗ് ഇൻ ടു എ ടെക്നിക്കൽ ഫോർമാലിറ്റി rather than a true democratic right for all. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് എ ടെക്ടോണിക് ഷിഫ്റ്റ് ഇൻ തിങ്കിങ് ടു ബിൽഡ് സീസ്മിക് റെസിലിയൻസ്. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. മെയിൻസിൽ നമുക്ക് GS പേപ്പർ 3 ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടല്ലേ, സോ അതിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ന്യൂസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ജൂലൈ 10 ഒരു ചെറിയൊരു എർത്ത് ഉണ്ടായല്ലേ, ഒരു 4.4 മാഗ്നിറ്റ്യൂഡാണ് രേഖപ്പെടുത്തിയത്. ഓക്കെ, ഡൽഹിയിലാണ് ഉണ്ടായത്. ഇത് വളരെ മേജർ ആയിട്ടുള്ള ഡാമേജ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇറ്റ് ഷോഡ് ഹൗ അൺപ്രിപ്പയർഡ് ദ സിറ്റി ഈസ്. ഡൽഹി വിസിറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, അതായത് ഡൽഹിയിലുള്ള ബിൽഡിങ്സ്, എസ്പെഷ്യലി ഈ 2000 മുമ്പൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ്, ഇവരൊന്നും ഡിഡ്ന്റ് ഫോളോ എനി എർത്ത് സേഫ്റ്റി റൂൾസ്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എർത്ത് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദി റിസ്ക് ഓഫ് ഡാമേജ് ആൻഡ് ലോസ് ഓഫ് ലൈഫ് ഇറ്റ് വിൽ ബി വെരി ഹൈ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏഷ്യയിൽ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ എർത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ. സോ ദിസ് മേക്സ് ഇറ്റ് ഈവൻ മോർ അർജൻറ്റ് ഫോർ ഇന്ത്യ ടു ഇംപ്രൂവ് ഇറ്റ്സ് ബിൽഡിങ്സ് ആൻഡ് ബി റെഡി ഫോർ ഫ്യൂച്ചർ എർത്ത്. സോ നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു എർത്ത് റിസ്ക് ഇത് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയൊക്കെ നിങ്ങൾ ഇനി ഭാവിയിൽ പഠിക്കും. സോ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇറ്റ് ഈസ് സ്ലോലി പുഷിങ്, ഇന്ത്യൻ പ്ലേറ്റ് ഈസ് സ്ലോലി പുഷിങ് ഇൻ ടു ദി യുറേഷ്യൻ പ്ലേറ്റ്. ഓക്കെ, ഒരു വർഷം പെർ ഇയർ ഒരു 4 to 5 സെൻറ്റിമീറ്ററിൽ ഈ ഒരു ഇത് നടക്കുന്നുണ്ട്. ഒരു വളരെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ കൺവേർജൻ പ്ലേറ്റ് ബൗണ്ടറിയുടെ വളരെ ക്ലാസിക് എക്സാമ്പിളാണ്. ഈ ഒരു മൂവ്മെന്റ് കൊണ്ടാണ് നമ്മുടെ ഹിമാലയാസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതേ സമയത്ത് ഇതൊരു അണ്ടർഗ്രൗണ്ടിൽ ഒരു പ്രഷർ ഇത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പുറത്ത് വരിക ഒരു മറ്റേ എർത്ത് ആയിട്ടായിരിക്കും ഇത് പുറത്ത് വരും. ഇറ്റ് കുഡ് ലീഡ് ടു എ മാസീവ് എർത്ത് മാഗ്നിറ്റ്യൂഡ് 8 ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. 8 അല്ലെങ്കിൽ 8 മേലെയും വരാം. ഓക്കെ, ഹിമാലയാസിൽ. സോ ഇത് ഇങ്ങനൊരു എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് കുഡ് എഫക്ട് ഓവർ 300 മില്യൺ പീപ്പിൾ. ഓക്കെ, ഇത് വളരെ ഒരു സീസ്മിക്കലി ആക്റ്റീവ് സോണാണ്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്നനുസരിച്ചിട്ട് ഇതിനെ ഓരോ സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡൽഹിയൊക്കെ സീസ്മിക് സോൺ 4 പെടുന്നതാണ്. ഓക്കെ, വളരെ ഹൈ റിസ്ക് ആണ് അവിടെ എർത്ത്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എർത്ത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ദ ഗ്രൗണ്ട് ക്യാൻ ഷേക്ക് വിത്ത് ഫോഴ്സ് ഓഫ് 0.24 ഗ്രാവിറ്റി. ഓക്കെ, ഇവിടെ PGA എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു പീക്ക് ഗ്രൗണ്ട് ആക്സിലറേഷൻ. സോ ഇത് കാണിക്കുന്നത്
അതായത് ഒരു എർത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ഷെയ്ക്ക് ചെയ്യും എന്ന് അളക്കാനുള്ളതാണ്. ഇറ്റ് മീൻസ് ദി ഫാസ്റ്റസ്റ്റ് ഷേക്കിംഗ് സ്പീഡ് ഓഫ് ദ ഗ്രൗണ്ട് ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക്. സോ ഇത് നമുക്ക് കാണിച്ചു തരും അത് എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം പെട്ടെന്നാണത് ആ ഒരു ഗ്രൗണ്ട് മൂവ്മെന്റ് ഉണ്ടാവുന്നത് ഒരു സർട്ടൻ പ്ലേസിൽ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ എഞ്ചിനീയേഴ്സും പ്ലാനേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. They use this to understand how much shaking a building might face, and പിന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും അവരിത് ഡിസൈൻ ചെയ്യുക കൺസ്ട്രക്ഷൻ അവിടെ. ഓക്കെ, ഇത് മെഷർ ചെയ്യുന്നത് ഗ്രാവിറ്റിയിലായിരിക്കും. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പീ ഗ്രൗണ്ട് ആക്സിലറേഷൻ ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷേക്കിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ വളരെ കൂടുതൽ ഡാമേജ് അവിടെ ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം ഒരു വർഷം 4 to 5 സെൻറ്റിമീറ്റർ പെർ ഇയറിൽ ഈ ഒരു ഇന്ത്യൻ പ്ലേറ്റ് ഇറ്റ് ഈസ് സ്ലോലി മൂവിങ് നോർത്ത് വേർഡ്. ഇത് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൊളൈഡ് ചെയ്യും. ഓക്കെ, സോ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ ഒരു കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസിൻ്റെ. ഓക്കെ, ഡൈവേർജന്റ് എന്താണ്, കൺവേർജന്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, പ്ലേറ്റ് ടെക്ടോണിക് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു കൊളിഷൻ ഇതാണ് ഹിമാലയാസ് ഉണ്ടാക്കിയത്. ആൻഡ് നമുക്കറിയാം ഹിമാലയസ് ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ദേ ആർ സ്റ്റിൽ റൈസിങ്. ഓക്കെ, സോ ഇതൊരു വളരെ കൂടുതലായിട്ടുള്ള ഒരു മാസീവ് സ്ട്രെസ് അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് റിലീസ് ചെയ്യുന്നത് എർത്ത് ക്വേക്സിന്റെ രൂപത്തിലായിരിക്കും ഈ സാധനം പുറത്തു വരുന്നത്. ഓക്കെ, സോ ഇതാണ്, അതായത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് നോർത്ത് ഇന്ത്യ, എസ്പെഷ്യലി നമ്മുടെ ഹിമാലയൻ റീജിയൻ, അതേപോലെ നമ്മുടെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ്, അവിടെയാണല്ലോ ഈ ഡൽഹിയൊക്കെ പെടുന്നത്. അതാണ് ഇതിനെ ഈ ഒരു സീസ്മിക്കലി ആക്റ്റീവ് ആക്കുന്നത്. ഓക്കെ, സോ the Delhi earthquake risk, അല്ലെങ്കിൽ the greater Himalayan earthquake warning, and even the past quakes like Bhuj, Nepal. ഓക്കെ, ഇതെല്ലാം ഒരു പ്ലേറ്റ് ടെക്ടോണിക് ഫോഴ്സിന്റെ കോൺസിക്വൻസസ് ആണ്. ഓക്കെ, ഈ ഭുജിനും നേപ്പാളിലേക്ക് കാര്യം നമുക്ക് പറയാം. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 300-ലധികം ആൾക്കാർ ഇത് എഫക്റ്റ് ചെയ്യും. സോ ദ പ്രോബ്ലം മീൻസ് ഡൽഹിയിൽ ഏകദേശം ഒരു 33.5 മില്യൺ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഏകദേശം 5000-ഓളം 5,000+ ടോൾ ബിൽഡിങ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ 2000-ങ്ങൾക്ക് മുന്നിൽ കെട്ടിയ ബിൽഡിങ്സ് ഒക്കെ വളരെ പുവറാണ് അവരുടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ. ഓക്കെ, ഒരു സേഫ്റ്റി റൂൾസ് ഒന്നും നോക്കാതെയാണ് ഒരുപാട് ബിൽഡിങ്സ് അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വേണ്ടത് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് ഈ ഡക്ടൈൽ ഡീറ്റെയിലിങ്ങും ഷിയർ വാൾസും. ഡക്ടൈൽ ഡീറ്റെയിലിംഗ് എന്നുള്ളത് ഇതൊരു ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് പൊട്ടുന്നതിന് പകരം ഇതൊന്ന് ബെൻഡ് ആവുന്ന രീതിയിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അതിൽ എക്സ്ട്രാ സ്റ്റീൽ ബാസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഒരു സ്ട്രക്ചർ തന്നെ അവർ മേക്ക് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും, ഒരു കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, it will make them more flexible, and they will be able to absorb the shaking force without collapsing. ഓക്കെ, സോ അതേപോലെ ഷിയർ വാൾസ് പരിപാടിയൊക്കെ നമുക്ക് പറയാം. സോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇറ്റ് വിൽ ഹെൽപ്പ് ദി ബിൽഡിങ്സ് ബെൻഡ് ആൻഡ് സ്റ്റേ സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദി എർത്ത് ക്വേക്ക്. സോ ദിസ് മേക്സ് ഡൽഹി വെരി വൾണറബിൾ ഇഫ് എ മേജർ എർത്ത് ക്വേക്ക് സ്ട്രൈക്സ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡിസാസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുജറാത്ത് എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നല്ലോ 2001. അത് തന്നെയാണ് ഈ ഭുജ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏകദേശം സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് 7.7 രേഖപ്പെടുത്തിയ ഒരു എർത്ത് ക്വേക്ക് ആയിരുന്നു. അത് വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. 2015 നേപ്പാളിൽ എർത്ത് ക്വേക്ക് ഉണ്ടായല്ലേ, അത് മാഗ്നിറ്റ്യൂഡ് 7.8 അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതെല്ലാം കാണിക്കുന്നത് ഇറ്റ് ഷോസ് ഹൗ ഡെഡ്ലി എർത്ത് ക്വേക്സ് ആർ. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ അതിപ്പോൾ ബിൽഡിങ്സും സിറ്റീസും പ്രിപ്പയർഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും അവർ ബാധിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ്, അതേപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡൊക്കെ ഇവരൊക്കെ ഹയസ്റ്റ് ഡേഞ്ചർ സോൺസ് ആണ്. ഓക്കെ, അവർക്ക് സോൺ 5 വരുന്ന വളരെ ഹയസ്റ്റ് ഡേഞ്ചർ അവിടെ ഉണ്ട്. ഓക്കെ, they often face strong earthquakes and tsunamis, especially because of the movements in the subduction zone. So സബ്ഡക്ഷൻ സോൺസ് എന്നുള്ളത്, അതായത് ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊന്നിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇത് ഒരുപാട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ആ ഒരു തിയറി ഫുള്ള് പറയേണ്ടി വരും. ഓക്കെ, സോ ഒരു സബ്ഡക്ഷൻ സോൺ ആയതുകൊണ്ടാണ് ഇപ്പം മ്യാൻമാറിൽ ഈ 2025 തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് മ്യാൻമാറിലും ടിബറ്റിലും ഗ്രീസിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മ്യാൻമാറിൽ 7.7 ആണ്. അതേപോലെ ഈ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് 7.7 രേഖപ്പെടുത്തി റിക്ടർ സ്കെയിലിൽ അത് 7.7 ആയിരുന്നു. ടിബറ്റിൽ 5.7,
ഗ്രീസിൽ 6.2. സോ ഈ വർഷം ഫുൾ എർത്ത് ക്വേക്സ് ആയിരുന്നു. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് ആ ഒരു എത്രത്തോളം ആക്റ്റീവ് ആണ് നമ്മുടെ എർത്തിലുള്ള ആ ഒരു പ്ലേറ്റ്സ്. ഓക്കെ, ഈ പ്ലേറ്റ് ബൗണ്ടറീസ് ഇവരൊക്കെ എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നതാണ്. സോ ഈ ഒരു ഇങ്ങനത്തെ ഇവൻറ്റ്സ്, ദീസ് ഇവൻറ്റ്സ് ആർ വാർണിംഗ് സൈൻസ് ദാറ്റ് India's earthquake prone regions remain at high risk and must be better prepared. സോ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്കോക്കൊക്കെ അവരൊക്കെ വളരെ സ്ട്രോങ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നല്ല സ്മാർട്ട് ഡിസൈൻസിലാണ് ഇപ്പോൾ വീടുകൾ പണിയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഈ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് എന്നുള്ള ആ ഒരു പരിപാടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് അവർ പണിയുന്നത് ടു സ്റ്റേ സേഫ് ഡ്യൂറിങ് ദി എർത്ത്. പക്ഷെ ഇപ്പോൾ മ്യാൻമാറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ സഫേർഡ് ബിഗ് ഡാമേജ് ബിക്കോസ് അവരുടെ ഒരുപാട് ബിൽഡിങ്സ് അത് ഭയങ്കര വീക്കായിരുന്നു ആൻഡ് ദേ ആർ നോട്ട് റീഇൻഫോഴ്സ് പ്രോപ്പർലി. സോ ഇന്ത്യക്ക് വേണ്ടത് ലോക്കൽ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, നമുക്ക് നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ അങ്ങോട്ടും ഈസ്റ്റിലും വെസ്റ്റിലും ഉള്ള ആൾക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഷെയ്ക്കി സോയിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കച്ച് ഗുജറാത്തിലുള്ള സോയിലാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സാൻഡിയാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഏരിയാസിൽ സ്പെഷ്യൽ ബിൽഡിംഗ് ടെക്നിക്സ് ആണ് അവിടെ വേണ്ടത്. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കണം. ഇത് ഏകദേശം ഒരു വർഷം 50,000 കോടിയുടെ അടുത്ത് വരും ഇതിൻ്റെ ഒരു ചിലവ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ആക്ഷൻ ഈസ് വെരി അർജൻറ്റ്. ഓക്കെ, സോ മോർ ആൻഡ് മോർ earthquakes ആർ ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. സോ ഇത് കാണിക്കുന്നത് ലൈക്ക് വി നീഡ് ടു ആക്ട് നൗ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ. ആൻഡ് എന്താണ് ഗവൺമെൻറ്റും ആൾക്കാരും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് ചെയ്യേണ്ടത് ദേ ഷുഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ് ഫോർ ബിൽഡിംഗ്. അതേപോലെ സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അവയർനെസ് ക്യാമ്പയിൻ ഇതിനെ പറ്റിയിട്ട് നടത്തണം. സിറ്റിസൺസ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി കിറ്റൊക്കെ റെഡി ആക്കിയിട്ട് വെക്കണം. ഓക്കെ, സോ ആൻഡ് ദേ ഷുഡ് ലേൺ ആൻഡ് ഫോളോ സേഫ്റ്റി സ്റ്റെപ്സ് ഡ്യൂറിങ് earthquake. സോ ഇവിടെ തരാനുള്ള നമുക്ക് വലിയൊരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഭുജിലുണ്ടായ earthquake ഇങ്ങനത്തെ വലിയ വലിയ ഡിസാസ്റ്റേഴ്സ് ഇത് കാണിക്കുന്നത് ഇറ്റ് ഷോസ് ഹൗ കോസ്റ്റ്ലി ബീങ് അൺപ്രിപ്പയർഡ് ക്യാൻ ബി എന്നുള്ളതാണ്. സോ ഇപ്പോൾ റീസെൻ്റ്ലി ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു earthquake ഇതൊരു വാർണിംഗ് സൈൻ ആണ് അല്ലേ. സോ ഇന്ത്യ മസ്റ്റ് ആക്ട് നൗ ടു ബിൽഡ് earthquake resilience and save lives. Okay, so we'll move on to our next topic, which is how genocide came to be named and codified. ഓക്കെ, നമ്മുടെ ഇസ്രായേൽ ഗാസ ഇഷ്യൂ ആണ്. ഓക്കെ, സോ അത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരാം. മെയിൻസിൽ GS പേപ്പർ 2 എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. ഓക്കെ, സോ ഇവിടെ UN എക്സ്പേർട്ടായ ഫ്രാൻസിസ്ക ആൽബനീസ് പറഞ്ഞത്, ഇസ്രായേൽ ഇപ്പോൾ പാലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വെറും ഒരു ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോൺഫ്ലിക്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ വളരെ വലിയ നാളുകളായിട്ടുള്ള ഒരു അവരുടെ പ്ലാനാണ് പാലസ്തീൻസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊരു സെറ്റിലർ കൊളോണിയൽ പ്രൊജക്റ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സെറ്റിലർ കൊളോണിയൽ പ്രൊജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ സ്ഥലമൊക്കെ പിടിച്ചെടുത്തിട്ട് അവരവിടെ നിന്ന് പുറത്താക്കുക. ഓക്കെ, ഷീ കോൾസ് ഇറ്റ് ആസ് എ ജിനോസൈഡ്. ഓക്കെ, ഇതൊരു ഇൻറ്റൻഷനലി അവർ ചെയ്യുന്നതാണ് ഫോർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ ഈ ഒരു നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഡിബേറ്റ് ഇറ്റ് ഈസ് നോ ലോങ്ങർ അബൌട്ട് അത് ഗാസയിൽ നടക്കുന്നത് ജിനോസൈഡ് ആണോ അല്ലേ, അവിടെ വംശഹത്യയാണോ നടക്കുന്നത് അല്ലേ എന്നുള്ളതല്ല, ബട്ട് അബൌട്ട് വെദർ ദ വേൾഡ് വിൽ ടേക്ക് മോറൽ ആൻഡ് ലീഗൽ ആക്ഷൻസ് ടു സ്റ്റോപ്പ് ഇറ്റ് എന്നുള്ളതാണ്. അതേപോലെ ഈ ഹെർ റിപ്പോർട്ട്, അതായത് ഈ ഒരു ഫ്രാൻസിസ്ക ആൽബനീസിൻ്റെ ഈ ഒരു റിപ്പോർട്ട് ഇറ്റ് ആസ്ക്സ് ദി UN countries to follow international law which forbids this type of genocides and take real steps to prevent or punish it. സോ ഈ ഒരു ജെനിസൈഡ് എന്നുള്ള ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ ഈ വംശഹത്യ എന്നുള്ളൊരു വാക്ക് റാഫേൽ ലെംകിൻ എന്ന് പറയുന്ന ഒരു പോളിഷ് ജൂയിഷ് ലോയറാണ് ആദ്യമായിട്ട് പുള്ളിയുടെ ബുക്കിൽ പറഞ്ഞത് 1944 ഇൻ ദ ബുക്ക് ആക്സിസ് റൂൾ ഇൻ ഓക്യുപ്പൈഡ് യൂറോപ്പ്. സോ ഈ അർമീനിയൻ ജെനിസൈഡും ഹോളോകോസ്റ്റും ഒക്കെ പുള്ളിനെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഏർലി 1900s നമ്മുടെ വേൾഡ് വാർ 1 സമയത്ത് ഓട്ടോമാൻ എംപയർ they have killed over 1 million Armenians. ഓക്കെ, അവിടെ ഒരു ഫോഴ്സ്ഡ് ഇസ്ലാമൈസേഷനൊക്കെ അവർ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയാണ് ഒട്ടോമാൻ എംപയർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. സോ ഇതാണ് ദിസ് ഈസ് നോൺ ആസ് ദി അർമീനിയൻ ജെനിസൈഡ്. ഓക്കെ, ഇതൊരു ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് മോഡേൺ ജെനിസൈഡ്സ്. ഓക്കെ, പിന്നീട് വേൾഡ് വാർ 2 ഒക്കെ കാലഘട്ടമായപ്പോൾ നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറും നാസീസും കൂടിയിട്ട് അവരുടെ ഹോളോകോസ്റ്റ് അറിയാലോ അല്ലേ, നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, ക്യാരിഡ് ഔട്ട് ദി ഹോളോകോസ്റ്റ്.
ഏകദേശം 6 മില്യൺ ജ്യൂസിനെയാണ് കൊന്നത്. ആൻഡ് ജ്യൂസിന് മാത്രമല്ല, ആൻഡ് മില്യൺസ് ഓഫ് അതേഴ്സ് ദേ വർ മേർഡേഡ്. So, so these event shocked the world and led people to ask, how could government do this to their own people or targeted groups? സോ നമ്മളപ്പോൾ പറഞ്ഞു വന്ന ഈ റഫേൽ ലംകിൻ, ഹി വാസ് ഡീപ്ലി അഫക്റ്റഡ് ബൈ ദി അർമീനിയൻ ജെനിസൈഡ് ആൻഡ് ഹോളോകോസ്റ്റ് വിച്ച് കിൽഡ് 49 മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓൺ ഫാമിലി. സോ ഈ ഒരു ജെനിസൈഡ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഇത് വരുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ജെനിസ് എന്ന് പറയുന്നത് റേസ് ആണ്, ലാറ്റിനിലെ സൈഡ് എന്നുള്ളത് കില്ലിങ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രീക്കും ലാറ്റിനും കൂടിയിട്ട് ജെനിസും സൈഡും കൂടിയിട്ടാണ് ജെനിസൈഡ് ആയിട്ട് മാറുന്നത്. ഇറ്റ് മീൻസ് ദി കില്ലിംഗ് ഓഫ് ആൻ എൻ്റയർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, സോ വേൾഡ് വാർ ടൂവിന് ശേഷം ഈ ലംകിൻ, നമ്മുടെ ഈ റാഫേൽ ലംകിൻ വളരെയധികം അപ്സെറ്റ് ആയിരുന്നു. ആൻഡ് ദി നൂർബർഗ് ട്രയൽസ് ഡിഡൻറ്റ് പണിഷ് ദി നാസീസ് ഫോർ ദെയർ ജെനിസൈഡ്. ഓക്കെ, അവരുടെ മറ്റ് ക്രൈംസിനാണ് അവരെ പണിഷ് ചെയ്തത്, ലൈക്ക് സ്റ്റാർട്ടിങ് വാർ ഓർ വാർ ക്രൈം. സോ പുള്ളി ബിലീവ് ചെയ്തത്, അതായത് ഇന്റർനാഷണൽ സിസ്റ്റം ഫെയിൽ ടു സ്റ്റോപ്പ് ഫ്യൂച്ചർ ജെനിസൈഡ്സ്. Okay, so and he would likely see the current situation in Gaza as another example of that failure. So the genocide by a government against its own people, it is something that has become common in modern times. So it forces us to think deeply about എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ സച്ച് ടെറിബിൾ തിങ്സ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. സോ ഈ ഹന്ന അരണ്ടറ്റ് എന്ന് പറയുന്ന ഒരു ജൂയിഷ് തിങ്കർ, പുള്ളി അഡോൾഫ് ഫിഷ്മാൻ എന്ന് പറയുന്ന പുള്ളി ഒരു നാസി ഒഫീഷ്യലായിരുന്നു. പുള്ളിയാണ് മെയിനായിട്ട് ഈ ഹോളോകോസ്റ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് നാസി ജർമ്മനിയെ. സോ ആ പുള്ളിയുടെ ട്രയൽ പഠിക്കുമ്പോൾ ഈ ജൂയിഷ് തിങ്കറായിട്ടുള്ള ഹന അരണ്ടറ്റ് പുള്ളി ഷീ സെഡ് ദാറ്റ് ഈ ഒരു അഡോൾഫ് ഫിഷ്മാൻ എന്ന് പറയുന്ന ആള് ഹി വാസന്റ് എ മോൺസ്റ്റർ. ഓക്കെ, ആൾക്കാർ പറയുന്നത് ഹി വാസ് ജസ്റ്റ് എ മാൻ ഡൂയിങ് ഹിസ് ജോബ്. ഓക്കെ, പുള്ളി ഒന്നും സ്വയമായിട്ട് തിങ്ക് ചെയ്യുന്നില്ല, പുള്ളി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. നമുക്ക് പറയാം ഹി വാസ് ബ്ലൈൻഡ്ലി ഫോളോയിങ് ദി ഓർഡേഴ്സ്. സോ ഈ ഹന്ന അരണ്ടറ്റിൻ്റെ ഈ ഒരു ഐഡിയ ഓഫ് ബെനലിറ്റി ഓഫ് ഈവിൾ, ഇറ്റ് മീൻസ് ദാറ്റ് ഈവിൾ ക്യാൻ കം ഫ്രം ഓർഡിനറി പീപ്പിൾ, ഓക്കെ, ഹു ഫോളോസ് ദി റൂൾസ് വിതൗട്ട് ക്വസ്റ്റനിങ് ദം. ഇത് അവർ ക്രൂവൽ ആയതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് പറയാനുള്ളത്, ഗാസയിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ദിനം ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഹാസ് ബിക്കം കോമൺ അല്ലേ. ആൻഡ് ദേ ആർ ട്രീറ്റഡ് ആസ് നോർമൽ മിലിറ്ററി ആക്ഷൻസ്. ഓക്കെ, ഇത് വളരെ ഷോക്കിംഗ് ഇവൻ്റ് ആയിട്ടൊന്നല്ല ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. നമുക്ക് നോർമൽ ഒരു മിലിറ്ററി ആക്ഷൻ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. സോ ജൂഡിത്ത് ബട്ട്ലർ എന്ന് പറയുന്ന പുള്ളിക്കാരി ഈ ഒരു നമ്മുടെ ഈ ഹന്ന അരണ്ടത്തിൻ്റെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ. So Judith Butler, building on the Hannah Arendt's idea, she wants that when people stop thinking critically, even though ഇങ്ങനത്തെ ജെനിസൈഡ് പോലെയുള്ള ഈ ഹൊറിബിൾ ആക്ട്സ് ഇത് ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ടു സീം അക്സെപ്റ്റബിൾ. സോ ഈ തോട്ട്, when thought is silenced and people are dehumanized by institutions, ഗവൺമെൻറ് ആയിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ മീഡിയാസ് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾക്കാരെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ അവരുടെ ആ ഒരു തോട്ടുകൾ സൈലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മാസ് വയലൻസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. ഓക്കെ, ബിക്കോസ് ആരും ഇത് ഇനി ചോദ്യം ചെയ്യില്ല, ബിക്കോസ് നോ വൺ ക്വസ്റ്റ്യൻ എനിമോർ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് ടൈസൺ റീജിയൻ ബാക്ക് ഇൻ ഫോക്കസ് വിത്ത് PM's വിസിറ്റ് ടു മാൽദീവ്സ്. ഓക്കെ, സോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഹിൽ ബി വിസിറ്റിംഗ് മാൽദീവ്സ്. ഈ ജൂലൈ 25-26 തീയതികളിൽ പുള്ളി മാൽദീവ്സിൽ ഉണ്ടാവും. മാൽദീവ്സിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഈ അവിടുത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ, മാൽദീവ്സിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മുയിസു പവറിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് PM അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, പുള്ളി പവറിൽ വന്നതിന് ശേഷം ദിസ് ഈസ് ദി ഫസ്റ്റ് വിസിറ്റ് സിൻസ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു കെയിം ടു പവർ. സോ നമ്മുടെ മാൽദീവ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ വളരെയധികം പ്രശ്നത്തിലായിരുന്നു അല്ലേ. അതായത് അവരവിടെ മാൽദീവ്സിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ട്രൂപ്സിൻ്റെ അടുത്ത് മാൽദീവ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഓക്കെ, ഇവർ ചൈനയായിട്ട് കുറച്ച് അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇന്ത്യ ഔട്ട് പോളിസി ഒക്കെ ഇവർ വെച്ചപ്പോൾ നമ്മുടെ PM
നമുക്കറിയാലോ, അതായത് ഈ മാൽദീവ്സിലോട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സെലിബ്രിറ്റീസൊക്കെ കൂടുതൽ വെക്കേഷനും ഹോളിഡേയ്സിനൊക്കെ പോകുന്നത് അങ്ങോട്ടാണ്. ഓക്കെ, ടൂറിസം അവരുടെ ഒരു മെയിൻ വരുമാനമാണ് മാൽദീവ്സിൻ്റെ. സോ നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് നമ്മൾ ബോയ്ക്കോട്ട് മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഓക്കെ, ഒരു സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതിനുശേഷം ഇവരെങ്ങനെ മാൽദീവ്സ് ഇങ്ങനത്തെ ഒരു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയപ്പോൾ നമ്മുടെ PM ലക്ഷദ്വീപിൽ പോയിട്ടൊരു വാക്ക് നടത്തുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആൻഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ബോത്ത് കൺട്രീസ് ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദി ടൈസ് അഗെയിൻ. സോ നമ്മുടെ നേപ്പാളിൻ്റെ PM ആയുള്ള ശർമ്മ ഒലി, ഓക്കെ, അപ്പോൾ പുള്ളി ഹി വിൽ ബി വിസിറ്റിംഗ് ഇന്ത്യ. ഹി ഈസ് പ്ലാനിങ് ടു വിസിറ്റ് ഇന്ത്യ. ആൻഡ് ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു വൈഡർ റീജിയണൽ ഡിപ്ലോമസിയാണ് കാണിക്കുന്നത്. ഇന്ത്യയും മാൽദീവ്സും കൂടിയിട്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ്സിലൊക്കെ അവർ ദേ ആർ വർക്കിംഗ് ടുഗെദർ. നമ്മുടെ UPI ഒക്കെ അതിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ ഈസി ട്രാൻസാക്ഷൻസ് ആൻഡ് ഓൾ. അതേപോലെ ടൂറിസം, ഓക്കെ, രണ്ട് കൺട്രീസ് തമ്മിൽ ദി മോർ പീപ്പിൾ ട്രാവലിംഗ് ബിറ്റ്വീൻ ദി ടു, ആ ഒരു ടൂറിസത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ മാൽദീവ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു എയ്ഡ് ഏകദേശം 470 കോടിയിൽ നിന്നും 600 കോടിയായിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ കറൻസി സ്വാപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാൽദീവ്സിനെ ഡോളറിൽ അവർക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ കറൻസി സ്വാപ്പ് എന്നുള്ള പരിപാടികളൊക്കെ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് വിത്ത് ഹെൽപ്പ് ഫ്രം ഇന്ത്യൻ സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ഓൾ. സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് മേഖലകളിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാൽദീവ്സ് ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ലൊക്കേഷനാണ്. ഇന്ത്യൻ ഓഷ്യനിലുള്ള അവരുടെ ആ ഒരു ലൊക്കേഷനാണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഇന്ത്യ സെക്യൂരിറ്റി ആൻഡ് ട്രേഡ് റൂട്ട്സ്. അതേപോലെ ചൈന ഇപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ആ ഒരു റീജിയനിൽ കൂട്ടാൻ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ വാണ്ട്സ് ടു സ്റ്റേ സ്ട്രോങ് ദർ. ഓക്കെ, സോ ഈ ഒരു വിസിറ്റ് നമുക്ക് ഈ നൈബർഹുഡ് ഫസ്റ്റ് പോളിസി ഉണ്ടല്ലോ, ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു വിസിറ്റ്. ഇറ്റ് ഗിവിങ് പ്രയോറിറ്റി ടു ക്ലോസ് നൈബേഴ്സ്. സോ എന്താണ് ഇന്ത്യ അടുത്തത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഒരു പീപ്പിൾ ടു പീപ്പിൾ ടൈസ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, എഡ്യൂക്കേഷനിലും കൾച്ചറിലും ട്രാവലിലും ഒക്കെ അതേപോലെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ജസ്റ്റ് അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് എയ്ഡ് കൊടുക്കാനല്ലാണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം. സസ്റ്റൈനബിൾ ടൂറിസം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ അതായത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യണം. അതേപോലെ മാരിടൈം സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, ആ ഒരു കോസ്റ്റൽ സേഫ്റ്റി, നേവൽ കോപ്പറേഷനൊക്കെ. അതേപോലെ ലോങ് ടേം ട്രസ്റ്റ് അത് ബിൽഡ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് വഴി ലോങ് ടേം ട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു വിസിറ്റ്, നമ്മുടെ PMൻ്റെ ഈ ഒരു വിസിറ്റ്, ദിസ് ഇസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് റിപ്പയറിംഗ് ദി ടൈസ് ആൻഡ് സ്ട്രെങ്തനിങ് ഇന്ത്യസ് പ്രസൻസ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ amid growing competition with China. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് റിന്യൂഡ് ഓപ്റ്റിമിസം ഇൻ കാനഡ ഇന്ത്യ എക്കണോമിക് ടൈസ് സേസ് ബിസിനസ് കൗൺസിൽ ലീഡർ. സോ ഇത് നമ്മുടെ കാനഡ ഇന്ത്യ എക്കണോമിക് റിലേഷൻസ് ആണ്. ഓക്കെ, സോ വളരെയധികം ടെൻഷനായിരുന്നു അല്ല ഇന്ത്യയും കാനഡയും തമ്മിൽ. ദർ വാസ് എ ടെൻ സിറ്റുവേഷൻ. മോസ്റ്റ്ലി ആ ഒരു ഖലിസ്ഥാൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ കാരണമാണ്, കാനഡയിലുള്ള ആ ഒരു ഖലിസ്ഥാൻ റിലേറ്റഡ് ഇഷ്യൂസ് കാരണമാണ്. പക്ഷേ ഇപ്പോൾ ദർ ഇസ് ന്യൂ ഹോപ്പ് ആൻഡ് എഫേർട്ട് ടു റിവൈവ് എക്കണോമിക് ടൈസ്. സോ ഏകദേശം 100 ബില്യൺ ആണ് ഒരു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഇൻഫ്രാസ്ട്രക്ചറും റിയൽ എസ്റ്റേറ്റും എനർജിയും എഡ്യൂക്കേഷനും നാച്ചുറൽ റിസോഴ്സും ഒക്കെ ആയിരിക്കും. സോ ഇപ്പോൾ ഈ G7 സമ്മിറ്റിൽ നമ്മുടെ PM മോദിയെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അല്ലേ. അത് കാണിക്കുന്നത് ആ ഒരു ഗ്ലോബൽ ട്രസ്റ്റാണ് ആൻഡ് മോർ എൻഗേജ്മെൻറ്റ്. സോ കനേഡിയൻ കമ്പനീസ് അവരെ ഈ US മാർക്കറ്റിലുള്ള ആ ഒരു ഓവർ ഡിപ്പെൻഡൻസ് കുറയ്ക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യ ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇന്ത്യ ഇസ് ഓൾറെഡി ഇൻ ഏർലി പ്രോഗ്രസ് ട്രേഡ് അഗ്രിമെൻറ്റ് ടോക്ക് വിത്ത് ഓസ്ട്രേലിയ ആൻഡ് UK. സോ കാനഡയായിട്ടുള്ള ടോക്സ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഡിപ്ലോമാറ്റിക് ടൈപ്പ് നമുക്ക് കാനഡയായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈപ്പ് നമ്മൾ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഹൈ കമ്മീഷണർ ലെവൽ റിലേഷൻസ് ഒക്കെ ദേ ആർ ബാക്ക് ഓൺ ട്രാക്ക്. സോ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സെക്ടേഴ്സിൽ വളരെ വലിയ ചാൻസ് ഉണ്ട്. അതായത് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, എനർജി, മൈനിങ്, ഹയർ എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഇങ്ങനത്തെ സെക്ടേഴ്സിലൊക്കെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നുണ്ട്. നമ്മൾ കാനഡയായിട്ട് ആ ഒരു ടൈപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ കാനഡയുടെ അടുത്ത് പോരാത്തതിന് വളരെയധികം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, അവരുടെ ടെക്നോളജിയും അത്യാവശ്യം സെറ്റാണ്. സോ ഇന്ത്യയുടെ അടുത്ത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് ആ ഒരു സ്കിൽഡ് വർക്ക് ഫോഴ്സാണ് അല്ലേ. അതേപോലെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് മാർക്കറ്റ്. So this both can benefit us.
അതേപോലെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് ടോക്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുക, സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ബിസിനസ് ടു കണക്ട് ആൻഡ് ഇൻവെസ്റ്റ്. ഈ റെഗുലേറ്ററി പരിപാടികളൊക്കെ, ആ ഒരു ഹഡിൽസ് ഉണ്ടല്ലോ, റെഗുലേറ്ററി ഹഡിൽസ് ഒക്കെ മാറ്റണം. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്ലോ ഡൗൺ ചെയ്യും. സോ അത് റിമൂവ് ചെയ്യുക. എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. അതേപോലെ ടെക്നോളജി കൊളാബറേഷനൊക്കെ കുറച്ചും കൂടി കൂട്ടുക. കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യുക. ഓക്കെ, ബിയോണ്ട് ജസ്റ്റ് ട്രേഡ്. ഓക്കെ, ഒരു മ്യൂച്വൽ ട്രസ്റ്റിലായിരിക്കണം നമ്മൾ ബേസ് ചെയ്യേണ്ടത്. സോ ഇൻ ഷോർട്ട്, ബോത്ത് കൺട്രീസ് ആർ ട്രൈങ് ടു move past political tensions and focus on building a strong economic future together. Okay, so that's it guys. നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നാളെ വേറെ കുറച്ച് ന്യൂസായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.